ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ദേ നമ്മുടെ പാലോട് മേള ഇങ്ങ് എത്തിയിട്ടോ. അപ്പോൾ പാലോട് മേളയുടെ ആർച്ചാട്ടോ കയറി പോകുന്ന അവിടെയാണ്. അതിനൊരുപാട് പ്രത്യേകതയുണ്ട്. ഫുൾ ഓല വെച്ചാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഓലയിൽ പല ഡിസൈനിലുണ്ടാക്കി കളറൊക്കെ ചെയ്താണ് ആർച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് കാണാൻ തന്നെ ഒരു പ്രത്യേകത തന്നെയാണ്. പിന്നെ സ്റ്റാളുകളൊക്കെ കുറേശ്ശെയൊക്കെ വന്ന് തുടങ്ങിയതേ ഉള്ളൂ. ആദ്യത്തെ ദിവസമല്ലേ, അപ്പം എല്ലാവർക്കും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇനി 10 ദിവസമുണ്ട്. ഇന്ന് 7-ാം തീയതി മുതൽ 16-ാം തീയതി വരെ ആട്ടോ മേളയുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു കൊലുസൊക്കെ വെച്ചൊക്കെ നോക്കി കേട്ടോ. കൊലുസ് വാങ്ങിക്കാനൊക്കെ ആയിട്ട് നോക്കി. പിന്നെ ആദ്യത്തെ ദിവസമല്ലേ, അപ്പം എല്ലാവർക്കും നോക്കിയിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. വളരെ തിരക്കുറവ്. ആദ്യത്തെ ദിവസം അങ്ങോട്ട് തുടക്കമായതല്ലേ, ഉദ്ഘാടനം നടക്കാൻ പോകുന്നത് വൈകുന്നേരമായിരുന്നു ഉദ്ഘാടനമൊക്കെ. അപ്പോൾ ആ ഒരു സമയം ആയതേ ഉള്ളതുകൊണ്ട് ഇന്ന് നല്ല വന്നതൊക്കെ നല്ലതുപോലെ കാണാൻ പറ്റും. അല്ലെങ്കിൽ അത്ര തിരക്കാണ് കേട്ടോ അവിടെ. അപ്പോൾ ഇത് 62ാമത് പാലോട് മേളയാണ്. ഇനി നാളേക്ക് ആകുമ്പോഴത്തേക്കും ഫുൾ എല്ലാം സ്റ്റാളുകളെല്ലാം വരും, നല്ല സെറ്റാക്കും കേട്ടോ. അപ്പോൾ ഇവിടെയാണ്, ഈ മേളയിലാണ് ആകെ ഇതുപോലുള്ള വട്ടി കുട്ട ഇതുപോലെയൊക്കെ ഉള്ള തനതായിട്ടുള്ള ഇതൊക്കെ കാണാൻ പറ്റുന്നത് തന്നെ. അല്ലാതെ പുറത്തൊന്നും ഇപ്പം അങ്ങനെ വാങ്ങിക്കാറുമില്ല, കാണാറുമില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കാണാനും വാങ്ങാനും ഒക്കെ പറ്റും. അത്രയും അടിപൊളിയാണ്. വലിയവർക്കായാലും ഇതേപോലെ ലേഡീസ് ബാഗുകൾ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഒരുപാട് എല്ലാവർക്കും വന്ന്, കൊച്ചുങ്ങൾക്കായാലും വലിയവർക്കായാലും ഒക്കെ വന്ന് നല്ല കാണാനും വാങ്ങാനും ഒക്കെ ആയിട്ട് നല്ല കേട്ടോ മേള. അപ്പം ഇനി 10 ദിവസമുണ്ട്, രാവും പകലും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇതേപോലെ കുഞ്ഞു പാവകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളിതൊക്കെ ഇന്ന് ഭയങ്കര തിരക്ക്, എല്ലാവർക്കും സെറ്റ് ആവുന്നതേ ഉള്ളൂ. നാളെയൊക്കെ കഴിഞ്ഞാലേ എല്ലാ സ്റ്റാളുകളൊക്കെ വന്ന് എല്ലാം നല്ല തിരക്കാവും. ഇനിയിപ്പോൾ അങ്ങോട്ട് എല്ലാ ദിവസവും രാത്രിയും പകലും ഒക്കെ ഭയങ്കര തിരക്കായിരിക്കും ഇവിടെ. ഇതൊക്കെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇതൊക്കെ. ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ എല്ലാം ഉണ്ടായിരുന്നു. ഈ മരണക്കിണറൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കണ്ട് അതൊക്കെ വർക്കായില്ല, ഓപ്പണായി തുടങ്ങിയില്ല. ഇന്ന് രാത്രിയോടൊക്കെ എല്ലാം സെറ്റാക്കും. ഈ മരണക്കിണറൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഇതുവരെ ഇതിൽ കയറിയിട്ടില്ല, ആദ്യമായിട്ടാണ് ഇത് കയറണം. അപ്പോൾ ഇത് ഓപ്പൺ ആകുമ്പോഴത്തേക്ക് ഞാൻ കയറാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇപ്രാവശ്യം ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ പാലോട് മേള കാണാൻ തുടങ്ങിയ ശേഷം ഫസ്റ്റ് ടൈമാണ് മരണക്കിണറുള്ളത്. അപ്പോൾ ഞാൻ ഇതുവരെയും കയറിയിട്ടില്ല. ഓപ്പൺ ആയിട്ടില്ല, ഇന്ന് രാത്രിയൊക്കെ ഓപ്പൺ ആവുള്ളൂ. സ്റ്റാളുകളും എല്ലാം ഒന്നും വന്നിട്ടില്ല. അപ്പം ഒന്ന് തുടക്ക ദിവസം ഇവിടെ ഇതുപോലെ ഇഷ്ടംപോലെ ചെടികളുണ്ട്. ഈ ഒരു സ്ഥലത്ത് ചെടികളാണ് കേട്ടോ ഇഷ്ടംപോലെ ഒരുപാട് ഐറ്റം കളർ നല്ല വെറൈറ്റി കളറൊക്കെ ഉണ്ട്. റോസ തൊടല് അല്ലേ അത്. ഐസ്ക്രീമൊക്കെ വാങ്ങിയേട്ടോ. ഇന്ന് തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അതാ ഇവിടെ ഇന്ന് മാത്രമേ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റൂ. നാളെ വൈകിട്ടൊക്കെ രാത്രി മുതൽ ഇവിടെ അത്ര തിരക്കായിരിക്കും. സൂചി വീണ അറിയത്തില്ല എന്ന് പറയല, അതുപോലെ. ഇപ്പോൾ പാലോട് മേള ഇന്ന് തൊട്ട് 16-ാം തീയതി വരെ കേട്ടോ ഉള്ളത്. വരാനുള്ളവരെല്ലാം വരിക, അത്ര സെറ്റാണ്. അവരുടെ മുമ്പേ കയറി പോവുകയാണ്, ആരും ഇല്ലാത്തതുകൊണ്ട്. കുഞ്ഞോ രാത്രിയല്ല, 2 ദിവസം കൂടെ കഴിയുമ്പോഴാണ് നല്ല തിരക്കാവുന്നത്. അപ്പോൾ പിന്നെ ഇതുവഴി ഇവിടെ നിന്നോടുത്താൽ മതി. ആൾക്കാർ ഈ തേരിയാണത്, ഇങ്ങനെ കുറച്ച് തേരി ആൾക്കാർ കൊണ്ടങ്ങ് പൊക്കോളും. അവിടെ നില്ല്. കേരള സർക്കാരിന്റെ റോസയുടെ കുറച്ച് കളക്ഷൻസാണ്. റെഡ് റോസയും വെള്ള റോസയും അങ്ങനെ ഒരുപാട് റോസ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇവിടെ ഈ സ്റ്റാളിൽ ഒരുപാട് വിത്ത് ഐറ്റംസാണ്. പച്ചക്കറിയുടെയും ചെടികളുടെയും ഫലവർഗ്ഗങ്ങളുടെ ഒരുപാട് ഐറ്റംസ് വിത്തുകൾ കിട്ടും. ഇവിടെ ഇപ്പോൾ നല്ല പച്ചപ്പായിട്ട് കിടപ്പുണ്ട്. പിന്നെ പൊടിയായി കഴിഞ്ഞാൽ ഭയങ്കര പൊടിയായിരിക്കും. വാക്കുകൾ പറഞ്ഞു കൊടുക്കാം. ഇനി അവ മോൻ കുത്തി വരച്ചത് കൂട്ടിക്കാം. മാം എന്ത് ചെയ്യും? പുതിയ പുസ്തകങ്ങൾ വാങ്ങേണ്ടി വരും. വേണ്ട, നനഞ്ഞ തുണി യൂസ് ചെയ്യുക, മായ്ച്ച് രസകരമായിട്ട് യൂസ് ചെയ്യുക. ഇത് ഷോപ്പുകൾക്ക് നമ്മൾ സപ്ലൈ ഇല്ല,
16 പേജസ് ആണ്. ഫസ്റ്റ് ക്വാളിറ്റി ആണ്. ഓട്ടോമാറ്റിക്കലി സാറേ മോന് വരയ്ക്കാനുള്ള കഴിവുണ്ടാവും. മീൻസ് നമ്മൾ കുത്തി വരച്ചോട്ടെ, നനഞ്ഞ തുണി ഉപയോഗിക്കാം, മായ്ച്ചു പഠിക്കാം, കളർ ചെയ്യാം, പഠിക്കാനായിട്ട് യൂസ് ചെയ്യാം. ഇപ്പോഴാണ് ആ കുട്ടി വാങ്ങിച്ചത്. ഇത് ബുക്സ് ആണ്. ഇതാണ് ഞങ്ങളുടെ വെറൈറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ്. ഇത് നോർമൽ സ്കെച്ച് ആണ്. ഇത് രണ്ടും കൂടി ചേർത്ത് നമ്മളുടെ ഓഫറിൽ തരുവാണ് 150 റുപ്പീസ് ഉണ്ട്. ടിഷ്യൂ കൾച്ചർ വാഴകൾ. ടിഷ്യൂ കൾച്ചർ വാഴ ഉണ്ടോ? ഓരോനോടെ പിടിച്ചു നിർത്തിയിട്ട് പല്ലി പാറ്റയുടെയൊക്കെ മരുന്നിനെ കുറിച്ച് വിവരിച്ചു കൊടുക്കുകയാണ്. പെട്ട് നിൽക്കുന്നു. പെട്ട് നിന്നിട്ട് മരുന്ന് ചിരിച്ചുകൊണ്ട്. ഇവിടെ ഈ സ്റ്റാളിൽ ഏറ്റവും വലുതാകുന്ന മരിച്ചീനിയും കാച്ചിലും ചേമ്പും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. ഇത് കാണാനും ഇതിൻ്റെ വിത്തുകളൊക്കെ വാങ്ങാനും പറ്റും. മഞ്ഞൾ ഐറ്റംസ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് വിത്തുകളൊക്കെ കിട്ടുന്ന ഒരു സ്റ്റാളാണിത്. ഇത് ചെറിയ തേങ്ങയും മറ്റു വലിയ തേങ്ങയും 2 സൈസ് വരുന്ന തേങ്ങയും അതിൻ്റെ തൈകളുമൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. പുത്തൻ ബൈക്കുകൾ ഇവനെ എടുക്കണം. പെരിങ്ങമ്മൽ നഴ്സറി ചെടികളുടെ മേള ഭയങ്കര ചെറിയ സ്റ്റാള് തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. താങ്ക് യു.